അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും മുതിർന്ന 3 സൈനിക ജനറൽമാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം അതിരാവിലെ മുതൽ ടെഹ്റാനിലെയും പരിസര പ്രദേശങ്ങളിലെയും 5 നഗരങ്ങളിലെയും നിരവധി സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു. ആ ആക്രമണത്തിൽ നിരവധി സൈനിക ആസ്ഥാനങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിരവധി ഓഫീസുകളും നിരവധി പരിശീലന കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇറാൻ്റെ 3 സൈനിക ജനറൽമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാൻ്റെ കര, നാവിക, വ്യോമ സേന മേധാവിമാരിൽ ചിലർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു, സാധാരണ ജനങ്ങളെയല്ല യുദ്ധത്തിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആയത്തുള്ള അലി ഖമനേയി, അതുപോലെ മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള നേതാക്കന്മാരെ, ഇതുകൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ തലവന്മാരെയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആ മതഭരണകൂടമാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് തന്നെ ആ മതഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അവിടുത്തെ ജനങ്ങളെ ആ മതഭരണകൂടത്തിൽ നിന്നും വിമോചിപ്പിക്കുക, ഇതാണ് ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇറാനിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാൻ്റെ 3 പ്രധാനപ്പെട്ട സൈനിക ജനറൽമാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും സുപ്രധാനമായി വിദേശ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ കമാൻഡർ മുഹമ്മദ് പക്തൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ, സൈനിക ഇന്റലിജൻസ് വിഭാഗം മേധാവി സാലിക് അസദി എന്നിവരുൾപ്പെടെ കുറഞ്ഞത് 3 പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ മുതലാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണം ഇറാനിലേക്കുണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്കയും ഇസ്രായേലും ഒരുക്കി വരികയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിലാണ് ഇന്ന് നേരിട്ടുള്ള ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിലെത്തി ടെഹ്റാനിലേക്കും മറ്റ് 5 നഗരങ്ങളിലേക്കും ബോംബ് മഴ വർഷിക്കുകയായിരുന്നു. നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ നിരവധി പ്രധാനപ്പെട്ട ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ആക്രമണത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നൽകാനാകുമെന്നാണ് കരുതപ്പെടുന്നത്.